സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ നമ്മൾ പെട്ടുപോകും എന്നുള്ള തമ്മിൽ കണ്ടുവന്നല്ലേ? യെസ്, നമ്മൾ പെട്ടുപോകും. നമ്മളിവിടെ കേരളത്തിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഒറ്റ ലാംഗ്വേജ് മാത്രം പഠിക്കുള്ളൂ. എന്നാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ ഡിഫറെൻ്റ് ആളുകളാണ് നമ്മളോട് ഇടപഴകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഭാഷകൾ പഠിക്കും. പഠിക്കുന്നത് പെട്ടുപോകലാണോ? നോക്കാം നമുക്ക് എന്തായാലും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗമുള്ളവർ ഒരുപാട് പേർ സിവിൽ സർവീസും ആഗ്രഹിച്ചു വന്നവരായിരിക്കും. അതായത് IAS ആവണം, IPS ആവണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചു വന്നവരായിരിക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മാത്രമായിരിക്കും നിങ്ങളിലൂടെയും പോകുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പെട്ടുപോകലാവോ? നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് കൾച്ചറും നമ്മൾ പഠിച്ചു. കേരളത്തിൽ മാത്രം നമ്മൾ ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ ഇവിടുത്തെ കൾച്ചർ മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഇവിടുത്തെ റവല്യൂഷൻ, ഇവിടുത്തെ വിപ്ലവങ്ങളിൽ മാത്രമാവും നമ്മൾ ഒതുങ്ങിക്കൂടുക. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചറുകൾ പഠിക്കും. മാത്രമല്ല ഏറ്റവും കിടിലൻ ലൈബ്രറികൾ, അതായത് ഒരുപക്ഷെ വലിയ വലിയ എത്രയോ സ്ക്വയർ ഫീറ്റുള്ള ലൈബ്രറി കേരളത്തിൽ ഉണ്ടാവിക്കോളന്നില്ല. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ വലിയ വലിയ ലൈബ്രറിയിലൂടെ നിങ്ങൾക്ക് പലതും റെഫർ ചെയ്യാൻ പറ്റും. അതൊരു പെട്ടുപോകലാണോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ പെട്ടുപോകും. നിങ്ങളുടെ ബോധം, അതായത് നിങ്ങളുടെ ബോധം ഒന്നും കൂടി വ്യത്യസ്തമാവാൻ തുടങ്ങും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്നും കൂടി ഡിഫറെൻ്റ് ആവാൻ തുടങ്ങും. നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ച പോലെ ആയിരിക്കില്ല. അതായത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ഇവിടെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ കുന്നിക്കുരുവോളം മാത്രമേ ആഗ്രഹിക്കുള്ളൂ. എന്നാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പെട്ടുപോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം മുഴുവൻ കുന്നോളമായിരിക്കും. കുന്നോളം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കുന്നിക്കുരുവോളമല്ല, കുന്നോളം ആഗ്രഹിക്കുമ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുമ്പോഴേക്കും പ്ലേസ്മെൻറ്റ് ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു സംഭവമാണ്. കാരണം അവിടെ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആളുകളെ നിങ്ങൾ കാണല്ലേ, നിങ്ങൾ ഡിഫറെൻറ്റ് ജോലി സാധ്യതകളെ പറ്റി അറിയല്ലേ, ഡിഫറെൻറ്റ് കൾച്ചർ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തല്ലേ, ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് നിങ്ങൾ സെറ്റാവല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റുകൾ വരും. നമ്മളിവിടെ പഠിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാകുന്ന കുറച്ച് ജോലികൾ എന്ന് പറയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ ഒരുപക്ഷെ PSC എഴുതണം, PSC ചെയ്തിട്ട് ഇവിടെ കയറി പറ്റണം, ഒന്നല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ ആവണം, അല്ലെങ്കിൽ LLB എടുക്കണം, ഇങ്ങനെ കുറച്ച് ജോലികൾ മാത്രമായിരിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ജോലികൾ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം. അപ്പോൾ മക്കളെ, നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് മുന്നിൽ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, നമ്മുടെ ഇപ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ CUT ക്രാഷ് ബാച്ചാണ് നമ്മൾ നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ പോകുന്നത്. CUT ക്രാഷ് ബാച്ച്, അതായത് ഇതുവരെ ഒന്നും പഠിച്ചിട്ടായില്ല, അല്ലെങ്കിൽ പഠിച്ചത് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് കിട്ടിയാൽ അടിപൊളിയായിരിക്കും, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. വെറും 4499 രൂപയ്ക്ക്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അയ്യോ ഇത്ര വലിയ ഫീസാണോ ഈ ഒരു മാസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവഴിക്കുന്നത്? മക്കളെ, ഇത് മാസത്തിൻ്റെ കണക്കോ ദിവസത്തിൻ്റെ കണക്കോ മണിക്കൂറുകളുടെ കണക്കോ അല്ല നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് സെറ്റാക്കാനുള്ള ഒരു കണക്കാണ് പറയുന്നത്. ഞാൻ എവിടെയൊക്കെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്, 21ാം വയസ്സിൽ ലൈഫ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ് മക്കളെ? അത് ലൈഫ് സെറ്റാക്കുന്ന ഒരു രൂപത്തിലുള്ളൊരു പരസ്യമാണ് അല്ലേ? അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് നിങ്ങളോട് വയസ്സോ 21ാം വയസ്സിൽ ലൈഫ് സെറ്റ് എന്നോ 18ാം വയസ്സിൽ ലൈഫ് സെറ്റോ എന്നല്ല പറയുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ആവട്ടെ, ഡിഫറെൻറ്റ് കൾച്ചർ ആവട്ടെ, ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് ആവട്ടെ, ഓട്ടോമാറ്റിക്കലി കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. ആ കമൻറ്റ് ബോക്സിൽ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക. നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കണം ഒന്നും പറയുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്ത് വെക്കുക മക്കളെ. രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ തന്നെ വെച്ചോളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി തരാൻ പോവാണ്. നിങ്ങൾക്കിത് വിഷു കൈനീട്ടത്തിൻ്റെ ഭാഗമായിട്ട്, വിഷു കഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഒരു 2 ദിവസം കൂടി ഒരു ഓഫർ ഉണ്ട്, 4499 രൂപക്കാണ്. അപ്പോൾ മക്കൾ ചെയ്യേണ്ട കമൻറ്റ് ബോക്സിൽ കയറുക, ആ ലിങ്കിൽ കയറിയിട്ട് അതൊന്ന് രജിസ്റ്റർ ചെയ്യുക, നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുക. മക്കളെ, നമ്മൾ നിങ്ങൾക്ക് ലൈവ് സെഷനുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ മെറ്റീരിയലുകൾ, പിന്നെ എങ്ങനെയാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് എന്താക്കി തരും, സെറ്റാക്കി തരും. അപ്പം മറക്കല്ലേ, കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ കയറിയിട്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ മക്കളെ. ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ഒന്നും പറയുന്നില്ല, ബട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. അതൊന്ന് ചെയ്തിടാം. പൈസ ഒന്നും എന്ത് ചെയ്യേണ്ട, കമൻറ്റ് ബോക്സിലൂടെ അടക്കേണ്ട ഒരാവശ്യമില്ല, സെറ്റാക്കും.